മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 245-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. കാലിഫോസ്ഫോറിക്കം. നിങ്ങൾക്ക് ഒരു ബയോകെമിക് റെമഡി എന്ന രീതിയിൽ വളരെയധികം പരിചയമുള്ളൊരു ഔഷധമായിരിക്കും ഇത്. എന്നാൽ പൊട്ടൻസൈസ്ഡ് ഫോമിലും വളരെ ഉയർന്ന പൊട്ടൻസികളിൽ വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഔഷധമാണിത്. ധാരാളം മെൻ്റൽ സിംറ്റംസും ഫിസിക്കൽ സിംറ്റംസും ഒക്കെ ഇതിലുണ്ട്. വളരെ നന്നായി പ്രൂവ് ചെയ്യപ്പെട്ട ഒരു ആൻറ്റിസോറിക്കാണിത്. വളരെ ഡീപ്പ് ആൻറ്റിസോറിക്കാണ്. നമ്മൾ ശരിയായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഔഷധമാണിത്. കെൻ്റ് ഇതിനെക്കുറിച്ച് തരുന്ന വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ദ സിംറ്റംസ് ഓഫ് ദിസ് റെമഡി ആർ വേഴ്സ് മോർണിംഗ്, ഈവനിങ് ആൻഡ് ഡ്യൂറിങ് ദ നൈറ്റ്. അപ്പോൾ ലക്ഷണങ്ങൾ വർദ്ധിക്കൽ പ്രഭാതത്തിലുണ്ട്, സായാഹ്നത്തിലുണ്ട്, രാത്രിയിലുണ്ട്. ദ ഓവർ സെൻസിറ്റീവ്, നെർവസ്, ഡെലിക്കേറ്റ് പേഴ്സൺസ് worn out from long suffering, much sorrow and vexation, and prolonged mental work, also such as are broken down from sexual excesses and vices. ഒരു കാലിഫോസ് പേഷ്യൻറ്റിൻ്റെ ഒരു ഏകദേശ ചിത്രം അതാണ് ഈ വാക്കുകളിലൂടെ കെൻ്റ് നമുക്ക് തരുന്നത്. ആകെ അവശനായ, വിശേഷിച്ചും മാനസികമായിട്ട് അവശയായ ഒരു വ്യക്തി. അതിന് പല കാരണങ്ങളുണ്ട്. ദീർഘകാലമായുള്ള സഹനം, അത് പലതരത്തിലുള്ള സഹനമാകാം. ഭൗതികമായ സഹനമാകാം, മാനസികമോ ആത്മീയമോ ഒക്കെ ആകാം. ദീർഘകാലമായ സഹനം ഉള്ള വ്യക്തികൾ. ലൈംഗികമായ അമിത പ്രക്രിയകളിലൂടെ, അമിത ലൈംഗികത്വത്തിലൂടെ അവശരായവർ, ദീർഘകാലമായി ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, മനപ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രൊലോങ്ഡ് മെൻ്റൽ വർക്ക്, മാനസികമായ പ്രവർത്തനം വളരെ ദീർഘകാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, പിന്നെ ഓവർ സെൻസിറ്റീവാണ്, അമിതമായ സംവേദനക്ഷമതയുള്ളവരാണ്, വളരെ നെർവസാണ്, വളരെ ഡെലിക്കേറ്റാണ്, വളരെ സാധുക്കൾ, ശോഷിച്ചവർ, സഹനങ്ങൾ കൊണ്ട് കഷ്ടപ്പാടുകൊണ്ട് ആകെ അവശരായ ആളുകൾ. ഇറ്റ്സ് എ ലോങ് ആക്ടിങ് ആൻറ്റിസോറിക്. വളരെ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരു ആൻറ്റിസോറിക്കാണ്. അങ്ങനെ ആവർത്തിച്ചൊന്നും കൊടുക്കരുത്. കൃത്യമായ ഇൻഡിക്കേഷനെങ്കിൽ ഒറ്റ ഡോസ്. അനീമിക് ആൻഡ് ക്ലോറോട്ടിക് പേഷ്യൻസ്, രക്തക്കുറവുള്ള വിളർച്ചയുള്ള ആളുകൾ. മോസ്റ്റ് കംപ്ലൈൻറ്റ്സ് ആർ വേഴ്സ് ഡ്യൂറിങ് റെസ്റ്റ് ആൻഡ് അമീറഡ് ബൈ ജെന്റിൽ മോഷൻ ആൻഡ് സ്ലോലി വാക്കിംഗ് അബൌട്ട്. വെറുതെ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ വർദ്ധിക്കും. ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളും വെറുതെ ഇരിക്കുമ്പോഴാണ് വർദ്ധിക്കുന്നത്. പക്ഷേ മെല്ലെ നടന്നു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് കുറവുണ്ടാകും. ഈ മാനസിക വ്യഥകൾ അനുഭവിക്കുന്നവർ ഉലാത്തുക എന്ന് പറയുന്നൊരു സാധാരണ കാര്യമാണ്. പലപ്പോഴും നമ്മൾ തന്നെ അങ്ങനെ ചെയ്യാറുണ്ട്. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അസ്വസ്ഥത വരും. ഒന്നും ഉലാത്തുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കുറയും. കാലിഫോസ് പോലെ മെൻ്റൽ സിംറ്റംസിൻ്റെ ഒരു പ്രൊമിനൻസ് ഉള്ള ഒരു ഔഷധത്തിൽ ഈ ജെന്റിൽ വാക്കുകൊണ്ടുള്ള അമീലറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വേഴ്സറ്റൈലിറ്റി, വളരെ വ്യാപകമായൊരു ഉപയോഗ സാധ്യത ആണത് കാണിക്കുന്നത്. എന്ന് വെച്ചുകൊണ്ട് എല്ലാ മാനസിക പ്രശ്നങ്ങളെയും, എല്ലാ മാനസിക ബുദ്ധിമുട്ടുകൾക്കും കാലിഫോസ് കൊടുത്തു കളയാം എന്ന് ചിന്തിക്കരുത്. ഈ ബയോകെമിക് തെറാപ്പിയിൽ അങ്ങനത്തെ ഒരു രീതിയുണ്ട്. ഒട്ടുമിക്ക മാനസിക പ്രശ്നങ്ങൾക്കും കാലിഫോസ് കൊടുക്കാം. പക്ഷെ അത് ശരിയല്ല. വിശേഷിച്ചും ചിലതരം ഡിപ്രഷൻസ്, കാലിഫോസ് കൊടുത്ത് മടുത്ത ചില ഡിപ്രഷൻ കേസ് എനിക്കറിയാം. കാലിഫോസ് ആയിരുന്നില്ല, അതാണ്. മറ്റ് ചില ഔഷധങ്ങൾ വളരെ 5-6 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പം മാറുന്ന പ്രശ്നങ്ങൾ. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റം, ദ പേഷ്യൻ്റ് ഇൻ ജനറൽ ആൻഡ് ഹിസ് പെയിൻസ് ആർ അഗ്രവേറ്റഡ് ഇൻ കോൾഡ് എയർ. തണുത്ത വായുവിൽ തണുപ്പടിക്കാൻ നേരത്ത് അയാളുടെ വേദനകളും അയാളുടെ പൊതു അവസ്ഥയും ജനറൽ കണ്ടീഷനും വർദ്ധിക്കുന്നു. ഒരു സ്ട്രോങ് ജനറലാണത്. ഫ്രം ബിക്കമിങ് കോൾഡ്, ആഫ്റ്റർ ബിക്കമിങ് കോൾഡ്, ഫ്രം എൻറ്ററിങ് എ കോൾഡ് പ്ലേസ് ആൻഡ് ഇൻ കോൾഡ് വെറ്റ് വെതർ. പൊതുവെ തണുത്ത കാലാവസ്ഥയിൽ, വിൻ്റർ സീസണിൽ, വെറ്റ് വെതർ എന്ന് പറയുമ്പോൾ യൂറോപ്പിൽ അത് വിൻ്റർ വെറ്റ് കൂടിയാണ്, ഇവിടെ ഡ്രൈ ആണെന്നേ ഉള്ളൂ. എങ്കിലും അപ്പോൾ വെറ്റ് കോൾഡ് വെതർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ നമ്മളുടെ മൺസൂൺ കാലത്ത്, കാലവർഷത്തിൻ്റെ സമയത്തും അത് നമുക്ക് ബാധകമാണ്. അതൊക്കെ കാലിഫോസിൻ്റെ അഗ്രവേഷൻ ടൈമാണ്.
ഹി ടേക്സ് കോൾഡ് ഈസിലി, പെട്ടെന്ന് തണുപ്പിടിക്കും. ആവേഷൻ ടു ഓപ്പൺ എയർ, തുറസായ വായുവിനോട് അനിഷ്ടം, ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇഷ്ടം. ഡ്രാഫ്റ്റ് ഓഫ് എയർ അഗ്രവേറ്റ്സ്, ചെറിയൊരു കാറ്റ് പോലും അയാളുടെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും. ആൻഡ് ഓപ്പൺ എയർ അഗ്രവേറ്റ്സ്, തുറസായ വായുവും അയാളുടെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും. നംബ്നെസ് ഇൻ ദ എക്സ്ട്രീമിറ്റീസ്, കൈകാലുകളുടെ അഗ്രങ്ങളിലൊക്കെ മരവിച്ച അവസ്ഥ. ഗ്രേറ്റ് ലാസിറ്റ്യൂഡ്, കടുത്ത ക്ഷീണം, അലസത. ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടൊരു കാലിഫോസ് പേഷ്യൻ്റ് അങ്ങനെയായിരുന്നു. ഇയാളെക്കുറിച്ച് ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ അമ്മ എന്നോട് പറഞ്ഞത്, എപ്പോഴും ഇങ്ങനെ കിടക്കും, ഒരു കാര്യം ചെയ്യില്ല, ഭയങ്കര ക്ഷീണമാണ്. അന്ന് കേസ് എടുക്കാനൊന്നും സാധിച്ചൊന്നുമില്ല. പക്ഷെ അതിനെക്കുറിച്ച് ചോദിച്ചു വന്നപ്പോഴേക്കും ഒരു കാലിഫോസിൻ്റെ ഒരു ലക്ഷണം എനിക്ക് തോന്നി. അഗ്രിവേറ്റഡ് ബൈ അസെൻഡിങ് സ്റ്റെയേഴ്സ്, ഗോണിപ്പടികൾ കയറാൻ നേരത്ത് പ്രശ്നങ്ങൾ വർദ്ധിക്കും. ആൻഡ് ബൈ ഫിസിക്കൽ എക്സർഷൻ, ശാരീരികമായ ഏതുതരം അധ്വാനം കൊണ്ടും അയാളുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കും. ഗ്ലാൻസ് ഡ്വെൻഡിൽ, ഗ്രന്ഥികൾ ക്രമേണ ശോഷിച്ചു വരുന്നു. കൊറൈക് മൂവ്മെൻറ്റ്സ്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. കൊറൈക് മൂവ്മെൻറ്റ്സ് അനിയന്ത്രിതമായ ചലനങ്ങൾ, പ്രത്യേകിച്ച് മുഖം, കൈകാലുകളിലൊക്കെ ഉള്ള അനിയന്ത്രിതമായ ചലനങ്ങൾ. അത് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല, ഇന്ന സമയത്ത് വരുമെന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്നായിരിക്കും അത് വരുന്നത്. നമ്മൾ നിരവധി ഔഷധങ്ങളിൽ ഈ കൊറൈക് മൂവ്മെൻറ്റ്സ് ഉണ്ട്. കംപ്ലൈൻറ്റ്സ് ആർ വേഴ്സ് ആഫ്റ്റർ കൊയിഷൻ, ലൈംഗിക പ്രക്രിയയ്ക്ക് ശേഷം പ്രശ്നങ്ങൾ വരും. ഈ ക്ഷീണം മാത്രമല്ല, ഇതേപോലെ അനിയന്ത്രിതമായ ചലനങ്ങൾ, അസ്വസ്ഥതകൾ, ഭയം, ആശങ്ക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സെക്ഷൽ ആക്ടിവിറ്റിക്ക് ശേഷം വരിക എന്നുള്ളത് കാലിഫോസിൻ്റെ ഒരു ലക്ഷണമാണ്. ദ വീക്ക്നെസ്, അമീഷിയേഷൻ ആൻഡ് അനീമിയ ആൻഡ് ട്യൂബർക്കുലർ ടെൻഡൻസി ആർ സ്ട്രോങ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് വണ്ടർഫുൾ ആൻറ്റിസോറിക് റെമഡി. വണ്ടർഫുൾ ആൻറ്റിസോറിക് റെമഡി, അത്ഭുതകരമായ ആൻറ്റിസോറിക് ഔഷധമായ കാലിഫോസിൽ എന്തൊക്കെയുള്ളത്? ക്ഷീണം, ശരീരം ശോഷിക്കൽ, വിളർച്ച, ഒരു ക്ഷയരോഗത്തിൻ്റെ ഒരു പ്രവണത. എഡിമ ഓഫ് ദി ലിംസ് ആൻഡ് ഡ്രോപ്സി ഓഫ് സീറസൈസ്, കൈകാലുകളിലൊക്കെ നീര് വീങ്ങി നീർക്കെട്ടിയിരിക്കുന്ന അവസ്ഥയുണ്ട്. ഈ ആന്തരാവയവങ്ങളുടെ ആവരണങ്ങൾ, ശ്വാസകോശത്തിൻ്റെ ആവരണം, ഹൃദയത്തിൻ്റെ ആവരണം, തലച്ചോറിൻ്റെ ആവരണം, ഈ ആവരണത്തിൻ്റെ ഉള്ളിൽ വെള്ളം കിട്ടുന്ന ഒരവസ്ഥ. കംപ്ലൈൻറ്റ്സ് അഗ്രിവേറ്റഡ് ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം പ്രശ്നങ്ങൾ വർദ്ധിക്കും. അമീസിയേഷൻ, വേസ്റ്റിംഗ് ഡിസീസ് വിത്ത് പ്യൂട്രിഡ് ഡിസ്ചാർജസ് ആൻഡ് പ്യൂട്രിഡ് സ്റ്റൂൾസ്, ശരീരം ശോഷിക്കൽ, ശരീരം വല്ലാതെ മെലിയുന്ന ഒരു അസുഖം, വല്ലാതെ മെലിഞ്ഞു, കാരണം അറിയില്ല, പക്ഷെ വല്ലാതെ മെലിഞ്ഞു പോകുന്നു. അപ്പോൾ ഈ മെലിഞ്ഞു പോകുന്ന രോഗാവസ്ഥയോടൊപ്പം വല്ലാതെ ചീഞ്ഞു നാറുന്ന ആ ഒരു നാറ്റം, ദുർഗന്ധമുള്ള ഡിസ്ചാർജസും മലവും. നേരത്തെ കാഴ്സാൽപ്പിൽ നമ്മൾ കണ്ടു മാംസം ചീഞ്ഞ മണം, അതേപോലെ ഇതൊരു പൊതുവെ ഒരു ചീഞ്ഞു നാറിയ ഒരു ദുർഗന്ധം. ഫെയിൻറ്റിങ് സ്പെൽസ്, പെട്ടെന്ന് ബോധക്ഷയം ഉണ്ടാകുന്ന അവസ്ഥ. ഫാസ്റ്റിംഗ് അമീൽ റേറ്റ്സ്, ആഹാരം കഴിക്കാതിരിക്കുന്നതുകൊണ്ട്, ഉപവസിക്കുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളും കുറയും. ഈ ഒരു ലക്ഷണം വെച്ചുകൊണ്ട് ഞാൻ നാച്ചുറോപ്പതി ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് ഞാൻ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഹോമിയോപ്പതിയെക്കുറിച്ച് അവരോട് പറയും. നാച്ചുറോപ്പതി പ്രചാരകരുടെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവിധ മരുന്നുകളും, അലോപ്പതി ആയാലും ആയുർവേദമായാലും യുനാനി ആയാലും ഹോമിയോപ്പതി ആയാലും എല്ലാത്തിനും ഒരേപോലെയാണ് കാണുന്നത്. എല്ലാം ഡ്രഗ്സ് എന്ന തരത്തിൽ, അത് എല്ലാം ഉപേക്ഷിക്കണം. പക്ഷേ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഈ പറയുന്ന ഡ്രഗുകളുടെ കൂട്ടത്തിൽ വരുന്നതല്ല എന്നും അതൊരു ഇമ്മെറ്റീരിയലാണെന്നും ഒക്കെ കഴിവതും പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. അപ്പം അതിന് കിട്ടുന്ന സന്ദർഭങ്ങളിലൊന്ന് ഈ ഫാസ്റ്റിംഗ് അമീൽ റൈറ്റ്സ്. അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് നാച്ചുറോപ്പതിക് ട്രീറ്റ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ടൂളാണ്, അത് നല്ലതുമാണ്. ഉപവാസം കൊണ്ട് നമ്മളുടെ മെഡിസിനൽ അഗ്രവേഷൻ പോലെ ശമന പ്രതിസന്ധി എന്ന് പറയുന്ന പഴയ ലക്ഷണങ്ങൾ വരലൊക്കെ ഉണ്ട്. അപ്പം അത്തരം സന്ദർഭങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ഹോമിയോപ്പതി ഇടക്ക് കയറ്റിയുള്ളൂ. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് അമീൽ റൈറ്റ്സ് എന്നുള്ളത് നമ്മുടെ ഔഷധത്തിൽ ലക്ഷണം കൂടിയാണ് എന്നുള്ളത് ഒരു ഹോമിയോപ്പതിയെ അവരെ പരിചയപ്പെടുത്താനും അതിനെക്കുറിച്ച് ആ തെറ്റിദ്ധാരണ നീക്കാനും വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും പറയുമായിരുന്നു. ഫാറ്റി ടെൻഡൻസി ഓഫ് മസിൽസ് ആൻഡ് ഓർഗൻസ്, പേശികളിലും അവയവങ്ങളിലും ഒക്കെ കൊഴുപ്പടിയുന്ന ഒരു പ്രവണത. അഗ്രിവേറ്റഡ് ആഫ്റ്റർ കോൾഡ് ഡ്രിങ്ക്സ് മിൽക്ക്, തണുപ്പ് പ്രശ്നമാണ്. തണുത്ത പാനീയങ്ങൾ കൊണ്ട്, തണുത്ത പാലുകൾ കൊണ്ടൊക്കെ പ്രശ്നങ്ങൾ വർദ്ധിക്കും. ദിസ് റെമഡി ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ഗാംഗ്രിനസ് കണ്ടീഷൻസ്, കോശങ്ങളും കലകളും ഒക്കെ നശിച്ച് എൻ്റെ നിർജീവമായ
അവസ്ഥകളിൽ കാരിഫോസ് വളരെയധികം ഉപകരിക്കും. പാർട്സ് ബിക്കം ബ്ലാക്ക്. അങ്ങനെ ഈ ഗാംഗ്രസ് കണ്ടീഷൻ വന്നിട്ട് ശരീരഭാഗങ്ങൾ കറുത്ത നിറത്തിലായി തീരും. ഈ ഔഷധത്തെക്കുറിച്ചൊക്കെ ഞാൻ വായിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഈ ഒരു കറുപ്പിൻ്റെ ഒരു പ്രാധാന്യം ഈ ഔഷധത്തിൽ ഞാൻ മനസ്സിലാക്കി. അത് പൊട്ടൻസി ആയിട്ടല്ല, ബയോകെമിക്കായിട്ട്. ഒരിക്കലും ഞാൻ ബാബുച്ചേട്ടൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു രോഗി വന്നിരിപ്പുണ്ട്. പ്രായമുള്ള മനുഷ്യൻ. ബാബുച്ചേട്ടൻ അന്ന് DHMS പഠിക്കുന്നേ ഉള്ളൂ. അന്നൊരു 60 വയസ്സൊക്കെ ഉണ്ടാവും. ഒരു മുസ്ലിം പുരോഹിതനാണ്. അദ്ദേഹത്തിൻ്റെ വയറിനോടൊക്കെ ക്യാൻസർ ഉണ്ട്. ഇനി ചികിത്സിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ആളുടെ മകൻ ബാബുച്ചേട്ടൻ്റെ പരിചയമുണ്ട്, അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ഞാൻ ഒന്ന് പരിചയപ്പെട്ടു പോയി. ഇത് പോയ ശേഷം ബാബുച്ചേട്ടനോട് പറഞ്ഞു, ഒന്നും കൊടുക്കാനില്ല, പക്ഷേ അയാളൊരു കാരിഫോസ് പേഷ്യൻ്റാണ്, പക്ഷെ പൊട്ടൻസി കൊടുക്കാൻ എനിക്ക് പേടിയാണ്. വിശേഷം പൊട്ടൻസി, ഹൈ പൊട്ടൻസി കൊടുക്കണം. സിംഗിൾ ഡോസേ കൊടുക്കാവൂ, ഹൈ പൊട്ടൻസി കൊടുക്കണം. അത് ഈ ഒരു അവസ്ഥയിൽ കൊടുക്കാൻ പേടിയാണ്. അതുകൊണ്ട് ബയോകെമിക് ഞാൻ കൊടുക്കുകയാണ്. അതിൻ്റെ പ്രധാന ഇൻഡിക്കേഷൻ ഈ ബ്ലാക്ക് നേച്ചറാണ്, കരിവാളിച്ച അവസ്ഥ. അതൊക്കെ ചില ഡിസ്ചാർജസ് ഉണ്ട്. ഡിസ്ചാർജസിന് ഈ ബ്ലാക്ക് ബ്ലഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കാരിഫോസ് ആഴ്ച ഒരൊറ്റ ഡോസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത് ബാക്കി പ്ലാസ്മയും കൊടുത്തു വിടുകയും ചെയ്തു. പിന്നീട് ഞാൻ ബാബുച്ചേട്ടന് പിന്നെ 1 മാസം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചോദിച്ചു, മെച്ചമുണ്ട്. ഒറ്റ ഡോസാണ് കൊടുത്തതെങ്കിലും 6x ആണ് കൊടുത്തത്, അതുകൊണ്ട് മെച്ചമുണ്ട്. അവന് ബയോകെമിക്കല്ലേ, അത് തുടർച്ചയായിട്ട് കൊടുത്തുകൂടെ, റിപ്പീറ്റ് ചെയ്യാമല്ലോ. അത് പറഞ്ഞപ്പോൾ ബാബുച്ചേട്ടനോട് പറഞ്ഞൊരു കാര്യം, അത് എവിടെ ഏത് പുസ്തകത്തിലുള്ളതെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരിഫോസ് അഡിക്ഷൻ ഉണ്ടാക്കും. ബയോകെമിക് ഫോമിലാണ് കേട്ടോ, പൊട്ടൻസിയിലല്ല. അഡിക്ഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെ തുടർച്ചയായിട്ട് ഞാൻ കൊടുക്കില്ല. ഏതായാലും ഈ കാരിഫോസ് കൊണ്ടുണ്ടാകുന്ന അഡിക്ഷൻ എനിക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു, വളരെ അത്ഭുതകരമായിട്ട്. അത് എൻ്റെ ഒരു സുഹൃത്തിനെ കഴിക്കാൻ ഉപദേശിച്ചത് ഞാൻ തന്നെയാണ്. പിന്നീട് ആ അഡിക്ഷനിൽ നിന്ന് മാറ്റാൻ വളരെയധികം പണിപ്പെടേണ്ടി വന്നു. അത് ഷൂസ്റ്ററുടെ പുസ്തകം എടുക്കുമ്പോൾ ഞാനത് വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ ബ്ലാക്ക് ഡിസ്കളറേഷൻ എന്നതിനെക്കുറിച്ച് കെൻഡ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് ഓർത്തുന്നതേ ഉള്ളൂ. സെപ്റ്റിക് പ്യൂട്ടിഡ് ഹെമറേജസ്, ദുർഗന്ധമുള്ള സെപ്റ്റിക് ആയിട്ടുള്ള രക്തസ്രാവം. ആൻഡ് ഗ്രേറ്റ് പ്രൊസ്ട്രേഷൻ, കടുത്ത ക്ഷീണം. ഈ ലാസിറ്റ്യൂഡൊക്കെ നേരത്തെ പറഞ്ഞ ഒരു അവസ്ഥയാണത്. ഗ്രേറ്റ് ലാസിറ്റ്യൂഡും ഗ്രേറ്റ് പ്രൊസ്ട്രേഷനും ഒക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ആൾ ഫോംസ് ഓഫ് നെർവസ് വീക്ക്നെസ്, നാഡീസംബന്ധമായ ക്ഷീണത്തിൻ്റെ എല്ലാ വകഭേദങ്ങളെയും കാരിഫോസ് കവർ ചെയ്യും. ഹൈപ്പോകോൺട്രിയാസിസ് ആൻഡ് ഹിസ്റ്റീരിയ, അകാരണമായ രോഗഭയം, ഇല്ലാത്ത രോഗങ്ങളുണ്ടെന്ന് ഭാവിക്കൽ, സങ്കല്പിക്കൽ, ഹിസ്റ്റീരിയ, അപ്പോൾ അതും കാരിഫോസിൽ വരുന്നുണ്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലാൻഡ്സ്, ഗ്രന്ഥികൾ വീക്കം. കംപ്ലൈൻസ് ഫ്രം ലോസ് ഓഫ് ഫ്ലൂയിഡ്സ്. ലോസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ പലതരത്തിലാകാം. അമിത ലൈംഗികത എന്ന് പറഞ്ഞതും ഇതുമായിട്ട് ചേർത്ത് വായിക്കണം. പുരുഷന്മാരിൽ അമിത ലൈംഗികത കൊണ്ടും അവർക്ക് ലോസ് ഓഫ് ഫ്ലൂയിഡ് ഉണ്ടാകാം. സെക്ഷൽ വൈസസ് കൊണ്ട്, മാസ്റ്റർബേഷൻ കൊണ്ട്, ഛർദി അതിസാരം വന്നതുകൊണ്ട്, ഒരു അപകടം സംഭവിച്ച് രക്തവാർച്ച വന്നതുകൊണ്ട്, അങ്ങനെ പലതരത്തിലും ഈ ലോസ് ഓഫ് ഫ്ലൂയിഡ്സ് നമുക്ക് വരാം. ഓർഗാസം ഓഫ് ബ്ലഡ്, രക്തം തലയിലേക്കും മറ്റ് അവയവങ്ങളിലേക്ക് ഇരച്ചു കയറൽ. ദ പെയിൻസ് ആർ ഏക്കിംഗ്, പ്രസ്സിങ്, സ്റ്റിച്ചിങ്, ടിയറിങ് ഡൗൺവേർഡ്സ്, പാരലിസിങ്. വേദന എല്ലാ തരത്തിലുള്ള വേദനയുണ്ട്. താഴേക്ക് വലിച്ചു കീറുന്നത്, ശരീരത്തെ തളർത്തിക്കളയുന്ന തരത്തിലുള്ള വേദന. ക്രോണിക് ന്യൂറാൾജിയയുടെ നാഡീസംബന്ധമായ വേദനകളുടെ ഒരു പഴകിയ സ്ഥായിയായി തീർന്ന ഒരവസ്ഥ. അമീലറേറ്റഡ് ബൈ ജെന്റിൽ മോഷൻ, നമ്മൾ നേരത്തെ കണ്ടാണ്. ചെറിയ ചലനം കൊണ്ട് ഈ ന്യൂറാൾജിയക്ക് കുറവുണ്ടാകും. അഗ്രിവേറ്റ് ഫ്രം കോൾഡ്, തണുപ്പ് കൊണ്ട് അത് വർദ്ധിക്കുകയും ചെയ്യും. വൺ സൈഡഡ് പാരലിസിസ് ഫ്രം എ ഗ്രാജുവലി ഇൻക്രീസിങ് വീക്ക്നെസ്, ഒരു വശം മാത്രമുള്ള തളർവാദം, പക്ഷാഘാതം. അത് ക്ഷീണം ക്രമേണ വർദ്ധിച്ചു വന്ന് ഒരു പക്ഷാഘാതത്തിലേക്ക് എത്തുന്നു. പാരക്സിസം ഓഫ് പെയിൻ ഫോളോഡ് ബൈ എക്സോഷൻ, ഇടവിട്ട് വരുന്ന വേദനകൾ, ആ വേദനയെ തുടർന്ന് ആകെ തളർന്ന അവശമായ ഒരവസ്ഥ. പൾസേഷൻ ഫെൽറ്റ് ഓൾ ഓവർ ദ ബോഡി ആൻഡ് ഇൻ ദ ലിംസ്, ശരീരം മുഴുവനും കൈകാലുകളിലൊക്കെ വിങ്ങുന്ന അനുഭവം. സിംറ്റംസ് ആർ ഓഫൺ വൺ സൈഡഡ്, ലക്ഷണങ്ങൾ ഒരു വശം മാത്രം ഒതുങ്ങി നിൽക്കുന്ന. പാരലിസിൻ്റെ കാര്യമായാലും മറ്റെന്തായാലും ഒരു വശം മാത്രമാണ് ലക്ഷണങ്ങൾ. അത് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്, വൺ സൈഡഡ്. മെനി സിംറ്റംസ് കം ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ സ്ലീപ്പ്, ഉറക്കത്തിൻ്റെ സമയത്തും ഉറക്കത്തിന് ശേഷവും പല ലക്ഷണങ്ങളും പുറത്തു വരുന്നു, പ്രകടമാകുന്നു. ട്വിച്ചിങ് ഓഫ് മസിൽസ് ആൻഡ് ജേർക്കിംഗ് ഓഫ് ലിംസ്, പേശികൾ, കൈകാലുകളൊക്കെ ഇങ്ങനെ ജേർക്കിങ്, അനിയന്ത്രിതമായ ചലനങ്ങൾ.
വലിച്ചു പോച്ചലൊക്കെ ഉണ്ട്. അൾസേഴ്സ് വിത്ത് പ്യൂട്ടഡ് ഡിസ്ചാർജ്, വ്രണങ്ങളുണ്ടായിട്ട് ഭയങ്കര ദുർഗന്ധമുള്ള നാറ്റമുള്ള സ്രവങ്ങൾ അതിൽ നിന്ന് വരും. ഒഫൻസീവ് കാറ്റാറൽ ഡിസ്ചാർജസ്, കഫസംബന്ധമായ ഈ സ്രവങ്ങളിലും കഫം പോക്കിനും ഈ ഒരു ദുർഗന്ധമുണ്ട്. വാക്കിംഗ് ഫാസ്റ്റ് അഗ്രവേറ്റ്സ്, ജെന്റിൽ മോഷൻ അമീറേറ്റ്സ് പറഞ്ഞു, പക്ഷേ വേഗത്തിൽ നടന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വർദ്ധിക്കും. വാക്കിംഗ് ഓപ്പൺ എയർ അഗ്രവേറ്റ്സ്, തുറസായ വായുവിൽ, യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ആകുമ്പോൾ തുറസായ എന്ന് വെച്ചാൽ മിക്കവാറും തണുപ്പാണ്. വാംത് ഓഫ് ബെഡ് അമീറേറ്റ്സ്, അതേസമയം കിടക്കയിൽ വന്ന് കിടന്ന് അതിൻ്റെ ചൂട് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടാകും. കംപ്ലൈൻറ്റ്സ് വേഴ്സ് ഇൻ വിന്റർ, തണുപ്പ് കാലത്ത് മഞ്ഞുകാലത്ത് പ്രശ്നങ്ങൾ വരുന്നു. ടു മെനി ക്യൂർസ് ഹാവ് ബീൻ മെയ്ഡ് ബൈ ദ ഫോളോവേഴ്സ് ഓഫ് ഷൂസ്ലർ ടു പെർമിറ്റ് ദിസ് റെമഡി ടു റിമെയിൻ അൺഎക്സ്പ്ലെയിൻഡ്. കെന്റ് ചെറിയൊരു പരിഹാസം ഇതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഷൂസ്ലറുടെ അനുയായികൾ എന്ന് പറയുന്നത് ബയോകെമിക് തെറപ്പി ചെയ്യുന്നവർ. അപ്പം ഞാനും ഇത് പറഞ്ഞു വന്നപ്പോൾ ബയോകെമിക്കിനെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞു വന്നത്. കാരണം അതിൻ്റെ വളരെ ഗംഭീരമായ ഉപയോഗ സാധ്യത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവരിതിന് ഇങ്ങനെ വളരെ വിപുലമായിട്ട് ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്ഫോസ് കൊണ്ട് വളരെ വേഗം മാറുമായിരുന്ന ഡിപ്രഷൻ കേസിനെ കാലിഫോസ് കൊടുത്ത് വളരെ സമയം കളഞ്ഞ അവസ്ഥകൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഷൂസ്ലറുടെ അനുയായികളെ കുറിച്ചുള്ള ഈ വിമർശനത്തിൽ അല്പം കഴമ്പില്ലാതില്ല. എങ്കിലും ഇങ്ങനെ വളരെ അതിവ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ കാലിഫോസിൻ്റെ ഹോമിയോപ്പതിക് രീതിയിലുള്ള ഉപയോഗത്തെക്കുറിച്ചും ചില ആശയക്കുഴപ്പങ്ങളുണ്ടാകാം. അത് വിശദീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലെന്ന് എൻ്റെ തോന്നുന്നു പറയുന്നത്. ഗുഡ് പ്രൂവിങ്സ് ആർ ഫൗണ്ട് ഇൻ അവർ ലിറ്ററേച്ചർ. കാരണം ഹോമിയോപ്പതിക് ലിറ്ററേച്ചർ തന്നെ നല്ല പ്രൂവിങ്സ് ധാരാളം കാലിഫോസിൽ ഉണ്ടായിട്ടുണ്ട്. വെൽ പ്രൂവണാണ്. ദ ഹൈ ആൻഡ് ഹയസ്റ്റ് പൊട്ടൻസീസ് ഹാവ് സെർവ്ഡ് ദ ബെസ്റ്റ്. ഉയർന്ന പൊട്ടൻസി, ഹയസ്റ്റ് പൊട്ടൻസി. അപ്പോൾ ഒരു 200 മുതലങ്ങ് തുടങ്ങിയാൽ 10mm 50mm CM ഒക്കെ ചെന്ന് എത്താം. ആൻഡ് ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ദ സിംഗിൾ ഡോസ്. കെന്റ് സിംഗിൾ ഡോസിന് എൻഡോഴ്സ് ചെയ്യുന്ന ആളാണെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും കാലിഫോസിൻ്റെ കാര്യത്തിൽ അത് എടുത്തു പറഞ്ഞെങ്കിൽ റെപ്യൂട്ടേഷനെ കുറിച്ച് വളരെ വളരെ ചിന്തിക്കേണ്ടി വരും. 2 തവണയെങ്കിലും പുനർവിചിന്തനം നടത്തിയ ശേഷമേ സെക്കൻഡ് ഡോസ് ക്രോണിക് കേസുകൾ കൊടുക്കാവൂ എന്ന് കെന്റ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവിടെ അത് വീണ്ടും പറയുമ്പോൾ കാലിഫോസിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ സൈലീഷ്യ അങ്ങനെ ചില ഔഷധങ്ങളുടെ കാര്യത്തിലും കെന്റ് അത് എടുത്ത് പറയുന്നുണ്ട്. ഫ്ലൈസ് ഇൻ ടു എ പാഷൻ ആൻഡ് ക്യാൻ ഹാർഡ്ലി ആർട്ടിക്കുലേറ്റ്. പെട്ടെന്നൊരു വികാര വിക്ഷോഭം ഉണ്ടാവും, അല്ലാതെ ഒരു അതിവൈകാരികത വരും. അത് ദേഷ്യമാകാം, ലൈംഗികതയാകാം, എന്തുമാകാം, ദുഃഖമാകാം. ആൻഡ് ക്യാൻ ഹാർഡ്ലി കാര്യങ്ങൾ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ആൾക്ക്. അതിൻ്റെ ഒരു വിശദീകരിക്കാൻ ആൾക്ക് സാധിക്കില്ല. ആവേഷൻ ടു ആൻസറിങ് ക്വസ്റ്റ്യൻസ്, ഇവർ ചോദിച്ചാൽ മറുപടി പറയാൻ വിമുഖത ഉണ്ടാകും. അപ്രഹെൻസീവ് ആങ്സൈറ്റി, ഒരു ദൗർഭാഗ്യം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഈ അപ്രഹെൻസീവ് ആങ്സൈറ്റി എന്ന് പറയുന്നത് എപ്പോഴും ദൗർഭാഗ്യം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് ഒരു അസ്വസ്ഥതയും അയാൾക്കുണ്ടാകാം. ഇൻ ദ ഈവനിങ് ഇൻ ബെഡ്, സായനത്തിൽ നമ്മൾ രാത്രി എന്നൊക്കെ പറയുന്ന സമയത്ത് കിടക്കാൻ നേരത്തുണ്ടാകാം. ആൻഡ് ഡ്യൂറിങ് നൈറ്റ്, രാത്രി അർദ്ധരാത്രിയോടും ചേർന്നും ഉണ്ടാകാം. ആങ്സൈറ്റി ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം ഉത്കണ്ഠ ഉണ്ടാകുന്നു. എബൌട്ട് ദ ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ. എബൌട്ട് ഹിസ് ഹെൽത്ത്, എബൌട്ട് ഹിസ് സാൽവേഷൻ. ആഹാരം കഴിഞ്ഞ ശേഷമാണ്, നമ്മൾ നേരത്തെ കണ്ടു, ഉപവസിക്കുന്നതുകൊണ്ട് ശമനം ഉണ്ടാകും, ആഹാരം കഴിക്കുമ്പോൾ വർധനയുണ്ട്. ആഹാരം കഴിക്കുമ്പോൾ ഉത്കണ്ഠ വരുന്നു, ഭാവിയെക്കുറിച്ച്, സാൽവേഷനെക്കുറിച്ച്, അയാളുടെ ആത്മരക്ഷയെക്കുറിച്ച്. ഒട്ടുമിക്ക മതങ്ങളും പറയുന്നൊരു കാര്യമാണ് ആത്മരക്ഷ, മരണാനന്തര ജീവിതം. അത് കിട്ടുമോ, നടക്കുമോ എന്നൊക്കെയുള്ള ഉത്കണ്ഠ, ആരോഗ്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഒക്കെ ഉണ്ട്. വെനെവർ ഹി വേക്കൻസ് ഇറ്റ് ഒപ്രസസ് ഹിം. ഈ രാത്രി എപ്പോൾ ഉണർന്നാലും ഈ ഒരു ആശങ്ക, ഭയമൊക്കെ അയാളെ വല്ലാതെ അലട്ടും. ആൻഡ് ഹി ബിക്കംസ് ഹൈപ്പോകോൺട്രിയാക്കൽ. അങ്ങനെ വരുമ്പോഴേക്കും ഈ ഇല്ലാത്ത രോഗത്തെക്കുറിച്ചൊക്കെയുള്ള ചിന്ത വന്ന് കയറി അയാളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. ഷീ ടേക്സ് ആൻ ആൻറ്റിപ്പതി ടു ഹെർ ഹസ്ബൻഡ്. ആൻറ്റിപ്പതി, ഭർത്താവിനോട് ആൻറ്റിപ്പതി. ഇവിടെ ആൻറ്റിപ്പതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു വാക്ക് പറഞ്ഞാൽ ആവേഷൻ. ആവേഷൻ നമുക്ക് പരിചിതമാണ്. അത്യധികമായ അനിഷ്ടം, വല്ലാതെ അനിഷ്ടം, ഇഷ്ടകേട്, ദേഷ്യമൊക്കെ തോന്നും. അതാണ് ആവേഷൻ. ഇതാണ് ഈ ആൻറ്റിപ്പതി എന്ന് പറയുന്നത്.
മാനസികമായിട്ടുള്ളൊരു ആവേർഷനാണ് ഭർത്താവിനോട്. ഷീസ് ക്രൂവൽ ടു ഹെർ ബേബി ആൻഡ് ഹസ്ബൻഡ്. തൻ്റെ കുഞ്ഞിനോടും ഭർത്താവിനോടും ക്രൂരത കാണിക്കുന്ന ഒരു സ്ത്രീ. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ സ്ത്രീയുടെ വില്ലിൻ്റെ മണ്ഡലം, മനസ്സിൻ്റെ മണ്ഡലം, ഇൻ്റലക്റ്റിൻ്റെ മണ്ഡലം ഒക്കെ പെർവേർട്ടഡായി. അപ്പം അത്തരം ആളുകളെ കുറ്റവാളികളായിട്ടാണ് സമൂഹം പരിഗണിക്കുന്നത്, നിയമവ്യവസ്ഥയും പരിഗണിക്കുന്നത്. പക്ഷെ അവരെ രോഗികളായിട്ട് കണ്ട് അവരെ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതും ഒരാവശ്യമാണ്. ഞാൻ പലപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹോമിയോപ്പതിയുടെ ഒരു സാമൂഹികമായ ഒരു പ്രാധാന്യം, സാമൂഹികമായ പ്രയോഗ സാധ്യത. ഇപ്പോൾ സ്വന്തം കുട്ടിയെ വലിച്ചെറിഞ്ഞ അതിൻ്റെ മരണത്തിനും മാരകമായ പരിക്കിനുമൊക്കെ കാരണമായ സ്ത്രീകളെക്കുറിച്ചുള്ള വാർത്തകൾ പലപ്പോഴും ഈ അടുത്തിടയ്ക്കൊക്കെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അവരെ കുറ്റവാളികളായിട്ട് കാണാൻ അവർ അറസ്റ്റ് ചെയ്യും, വിചാരണ ചെയ്യും, ശിക്ഷ വിധിക്കും. എൻ്റെ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കെയർ സെൻ്ററിലേക്ക് മാറ്റും. വാസ്തവത്തിൽ അവരെ ചികിത്സിക്കുകയല്ലേ വേണ്ടത്. ഈ ഒരു ആശയം, ഈ ഹോമിയോപ്പതിയുടെ ഒരു ആശയം എനിക്ക് കിട്ടിയ കാലം മുതൽ ഞാനത് പലപ്പോഴും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരോടും ജുഡീഷ്യൽ ഓഫീസേഴ്സിനോടും ജഡ്ജസിനോടൊക്കെ പറയാറുണ്ട്. ഞാൻ ഒരു ആക്റ്റീവ് ജേർണലിസ്റ്റ് ആയിരിക്കുന്ന സമയത്തും പിന്നീട് കലാം സാർ രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്തും പല ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജഡ്ജസും ഒക്കെ നമ്മുടെ അടുത്ത് വരും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരോടൊക്കെ ഒരു ബന്ധം തോന്നുന്ന ആളുകളോടൊക്കെ ഞാനിത് കാര്യം പറയാറുണ്ട്. നിയമം അനുസരിച്ചുകൊണ്ട് അവരെ വിചാരണ ചെയ്യേണ്ടതാണ്, ആയിരിക്കാം, അത് ചെയ്തോട്ടെ. പക്ഷെ അതേസമയം അവരെ ചികിത്സയ്ക്ക് കൂടി വേണം. കാരണം ശിക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു കറക്റ്റീവ് മെഷറാണ്. നമ്മളുടെ ശിക്ഷയെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവരെ കറക്റ്റ് ചെയ്യുക. കറക്ഷൻ സെൻ്ററാണ് ജയിലുകൾ, ഡിറ്റൻഷൻ ആൻഡ് കറക്ഷൻ സെൻ്ററാണ് ജയിൽ എന്ന് പറയുന്നത്. ഹോമിയോപ്പതിക്ക് അതിലൊരു റോളുണ്ട്. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ചിലരത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ജഡ്ജ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഈ സാമൂഹിക അവബോധ ക്ലാസ്സുകൾ എടുക്കാൻ ഉത്തരവാദപ്പെട്ട ഒരാളായിരുന്നു. പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിലൊരു ജഡ്ജിയായിരുന്നു അന്ന്. അദ്ദേഹത്തിന് ഹോമിയോപ്പതിയെക്കുറിച്ച് കുറച്ച് ഹോമിയോപ്പതി സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അത് ആ സുഹൃത്തുക്കളൊക്കെ സംസാരിച്ച് അത് ഞാൻ പറഞ്ഞത് വാസ്തവമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി അത് സമർപ്പിച്ചു. പക്ഷെ അത് അധികം മുന്നോട്ട് പോയില്ല. കാരണം ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഒരുപാട് അദ്ദേഹം ശ്രമിച്ചു നോക്കി, പക്ഷെ അത് മുന്നോട്ട് പോയില്ല. ഞാനിപ്പോഴും അത്തരം ശ്രമങ്ങൾ തുടരാറുണ്ട്. കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് പറയും. നമ്മുടെ ജയിലുകളിലും മറ്റുമൊക്കെ ഒരു കൺസൾട്ടൻ്റ് ഹോമിയോപ്പാത്തിന് അല്ലെങ്കിൽ ഒരു പാനലിനെ ശരിക്കും നിയോഗിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. പെർവേർട്ടഡ് അഫക്ഷൻ എന്ന് പറയുന്നത് വിശേഷിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉദാത്തമായൊരു ഭാവമാണ്. സ്നേഹത്തിൻ്റെ അപ്പുറം വാത്സല്യം. ഒരുപക്ഷെ ഒരു സ്ത്രീക്ക് മാത്രം സാധിക്കുന്നൊരു കാര്യം. അപ്പോൾ സ്വന്തം കുഞ്ഞിനോട് ഏറ്റവും അധികം വാത്സല്യം ഉണ്ടാകുന്നത് എൻ്റെ അമ്മയ്ക്കാണ്. അങ്ങനൊരു അമ്മ അത് പെർവേർട്ടഡായിട്ട്, ആ വാത്സല്യം എന്ന് പറയുന്ന ഭാവം പെർവേർട്ടഡായിട്ട് അതിനെ വലിച്ചെറിയുകയോ അതിനോട് ക്രൂരത കാണിക്കുകയോ ചെയ്യുന്നൊരവസ്ഥ. അവരൊക്കെ എത്ര എളുപ്പത്തിൽ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ അവരെ സുഖപ്പെടുത്താൻ സാധിക്കും. നിങ്ങളും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കണം. കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ അതിനുവേണ്ടി ശബ്ദമുയർത്തുകയും വേണം. ബ്രൂട്ട്സ് ഓഫ് ഹിസ് കണ്ടീഷൻ. അപ്പോൾ ഒരു കാലിഫോസ് രോഗി അയാളുടെ സ്ഥിതിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കും. ആവേഷൻ ടു കമ്പനി, കൂട്ടുകെട്ടിനോട് ഇഷ്ടക്കേടാണ്. കംപ്ലൈൻസ് കം ഓൺ ഫ്രം ബാഡ് ന്യൂസ്, മോശം വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ പ്രശ്നം തുടങ്ങും. കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് മോർണിംഗ് ആൻഡ് ഈവനിങ്, പ്രഭാതത്തിലും സായനത്തിലുമൊക്കെ മനസ്സിലായി ആശയക്കുഴപ്പം. കോൺട്രറി ഹ്യൂമർ എന്ന് വെച്ചാൽ ഒരു അരസികത്വം എന്ന് പറയില്ലേ, ഒരു രസികനല്ല, രസികയല്ല, രസികത്വം. ലോ ഫോം ഓഫ് ഡെലിറിയം ഇൻ ടൈഫോയിഡ് ആൻഡ് സെപ്റ്റിക് ഫീവേഴ്സ്. ടൈഫോയിഡിൻ്റെ കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ജ്വരപ്പനി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ വളരെ സാധാരണമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ മോശമായ ഒരു ഡെലിറിയം കണ്ടീഷൻ ടൈഫോയിഡിനെ തുടർന്നും സെപ്റ്റിക് ഫീവേഴ്സിനെ തുടർന്നും. ഡെലിറിയം ട്രമൻസ് മറ്റൊരു പ്രശ്നം. മദ്യപാനം നിർത്തുന്നതുകൊണ്ടുണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ്, വളരെ രൂക്ഷകരമായ അവസ്ഥ. ഇമാജിനേഷൻസ്, ഒരുപാട് സങ്കല്പങ്ങൾ, ഒരു സാങ്കല്പിക ലോകത്ത് തന്നെയായിരിക്കും ഒരു കാലിഫോസ് പേഷ്യൻറ്റ്. സീസ് ഡെഡ് പീപ്പിൾ, മരിച്ചവരെ കാണുന്നു. സീസ് ഫിഗേഴ്സ്, ഫ്രൈറ്റ്ഫുൾ ഇമേജസ്, ഭയാനകമായ ചിത്രങ്ങൾ, രൂപങ്ങളെ കാണുന്നു. ഡിസ്കണ്ടന്റ് ആൻഡ് സാഡ്, എപ്പോഴും നിരാശയും ദുഃഖവും. ഡൾനെസ് ഓഫ് മൈൻഡ് ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിൽ മനസ്സാകെ മന്ദിച്ചിരിക്കുന്നു. ഡിസ്കറേജ്ഡ്, ധൈര്യമില്ല, നഷ്ടധൈര്യനാവുന്നു. ഹി റെഫ്യൂസസ് ടു ഈറ്റ്, ആഹാരം കഴിക്കാൻ മടിക്കുന്നു.
ആഹാരം കഴിച്ചാൽ വർദ്ധിക്കും, അതാണ് സംഭവം. ഹീസ് വെരി എക്സൈറ്റബിൾ ആൻഡ് ഗ്രേറ്റ്ലി റോട്ട് അപ്പ് ഫ്രം ബാഡ് ന്യൂസ്. മോശം വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ വല്ലാതെ ഉത്തേജിതമാകും, ആകെ അവശമാകുകയും ചെയ്യും. ദെൻ ഫോളോസ് പാൽപിറ്റേഷൻ ആൻഡ് മെനി നെർവസ് സിംറ്റംസ്. അപ്പോൾ ഈ മോശം വാർത്തകൾ കേട്ട് ആകെ അവശതയായി കഴിഞ്ഞാൽ നെഞ്ചിടിപ്പ് കൂടും, മറ്റ് പല നാഡീ സംബന്ധമായ പല പ്രശ്നങ്ങളും വരികയും ചെയ്യും. എക്സോഷൻ ആഫ്റ്റർ എക്സർഷൻ ഓഫ് മൈൻഡ്. മാനസികമായ അധ്വാനത്തിന് ശേഷം ആകെ തളർന്ന് അവശതയായി പോകും. ഹി ഡ്വെൽസ് മച്ച് ഇൻ ഫാൻസി. സാങ്കല്പിക ലോകത്ത് ജീവിക്കുന്നവർ, സാങ്കല്പിക ലോകത്തിലാണ് മിക്കവാറും ഒരു കാലിഫോസ് പേഷ്യന്റിന്റെ ജീവിതം. ഫിയർ ഇൻ ദ ഈവനിങ്. സായാഹ്നത്തിൽ ഭയം. ഫിയർ ഓഫ് എ ക്രൗഡ്, ഓഫ് ഡെത്ത്, ഓഫ് ഡിസീസസ്, ഓഫ് ഈവിൾ, ഓഫ് പീപ്പിൾ, ഓഫ് സോളിറ്റ്യൂഡ്. ശരിക്കും പറഞ്ഞാൽ എന്തിനെക്കുറിച്ചും ഭയമാണ്. രോഗത്തെക്കുറിച്ച് ഭയം, ഏകാന്തതയെക്കുറിച്ച് ഭയം. അപ്പോൾ ഡിസീസും സോളിറ്റ്യൂഡും ഇവിടെ ഇറ്റാലിക്സിലാണ്. ആൾക്കൂട്ടത്തെ ഭയം, മരണത്തെ ഭയം, മോശമായ കാര്യങ്ങളിൽ ഭയം, ആളുകളെ ഭയം ഒക്കെ ഉണ്ട്. എത്ര ശക്തമായ ഒരു ഔഷധമാണ് കാലിഫോസ് നമ്മൾ മനസ്സിലാക്കണം. ധാരാളം മെൻ്റൽ സിംറ്റംസും ഫിസിക്കൽ സിംറ്റംസും എടുത്തിട്ടുണ്ട്. ഇനിയും ധാരാളം ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. വരുന്ന എപ്പിസോഡിൽ നമുക്ക് അവയെക്കുറിച്ച് മനസ്സിലാക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.